എരുമയിലെ പാത്തിക്കകാവിൽ ജലസ്രോതസ് കൈതക്കത്തോട്ടിൽ ഉപയോഗിക്കുന്ന കീടനാശിനി കലർന്ന് മലിനമാകുന്നുവെന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു. കൈത്തോട്ടത്തിനോട് ചേരുന്ന പ്രദേശവാസികളായ കുടുംബങ്ങൾ കുടിവെള്ളം ശേഖരിക്കുന്ന ഓലി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വളവും കീടനാശിനിയും ഒഴുകിയെത്തുന്നുവെന്നാണ് ആക്ഷേപം. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഒരു 10-80 വീട്ടുകാരുണ്ട്. ആ 80 വീട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ കാവിനകത്തെ വെള്ളം. ഈ കാവിനകത്തെ വെള്ളത്തിനകത്ത് യാതൊരു മലിനവും വരാതെ കൊണ്ട് ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ നോക്കിയിരുന്നത്. ഇവിടെ കൈത കൃഷിക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ആദ്യമേ വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവർ കൈത കൃഷിക്കല്ലെന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയത്. അതിനുശേഷം ഇവിടെ അവർ വളം ഇട്ടിട്ട് എന്തോ പോയിസനാണ് അതിനകത്ത് ആ കവറയിൽ എഴുതിയിട്ടുണ്ട്, ആരോഗ്യത്തിന് ഹാനികരമൊന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കവറിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം 3-4 ദിവസമായി ഞങ്ങൾ കുടിവെള്ളം ഇല്ലാണ്ട് അടുത്തുള്ള വീട്ടുകാരുടെ കിണറ്റിലൊക്കെ ചെന്ന് കോരിയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇത്രയും വെള്ളം ഞങ്ങൾ അടുത്തിട്ടിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഒരു കിണറിനോ ഓലിക്കന്നോ ചോദിച്ചാൽ അടുത്ത് ജലസ്രോതസ്സുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തരികയെന്നാണ് പറയുന്നത്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മലിനമാകുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കറുകത്തിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. പിന്നാലെ കൈതത്തോട്ടത്തിന്റെ ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ഓലിയിലെ വെള്ളത്തിന് ദുർഗന്ധമുള്ളതായി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. ജലസ്രോതസ്സിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ പരിശോധനയ്ക്കായി പത്തനംതിട്ട പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കറുകത്ര പറഞ്ഞു. ഇവിടെ കൈതകൃഷി നടക്കുന്നുണ്ട്. ഈ കൈതകൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അടിവെള്ളം എന്നുള്ള രീതിയിൽ രാസവളവും അതുപോലെ തന്നെ ജൈവവളവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇവിടുന്ന് ഈ ഉറവ് വരുന്ന ആ ഉറവ ഇത് പാത്തിക്കാവ് ഇവിടെ പരാതി പറയുന്ന രീതിയിൽ ആ കുളത്തിൽ നിന്ന് ആ ഒലിപ്പിൽ നിന്ന് എടുത്ത സമയത്ത് അത് ഭയങ്കര ദുർഗന്ധം വരുന്ന രീതിയിലാണ്. അത് നമ്മളിപ്പം അതൊരു പറിച്ചേതി പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സാധുക്കളുടെ ആളുകൾ ജീവിക്കുന്നത് അവരുടെ കുടിവെള്ളം മുട്ടുന്ന രീതിയിലേക്ക് ഇത് നമ്മുടെ ഈ പരിശോധന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരം പ്രാധാന്യത്തിൽ പിന്നെ വെള്ളം ഇന്ന് തന്നെ ശേഖരിച്ചുകൊണ്ട് സാമ്പിൾ ഇന്ന് പത്തനംതിട്ട പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയക്കുകയാണ്. ആദിവാസി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ഓലിയിലെ ജലം ഉപയോഗശൂന്യമായതോടെ നൂറുകണക്കിന് ആളുകൾ വൻ പ്രതിസന്ധിയിലാണ്. സ്ഥലത്ത് താൽക്കാലികമായി കുടിവെള്ളം വിതരണം നടത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് പഞ്ചായത്തിന് നോട്ടീസ് നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.